സൈറ ഇത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് 35 ലാക്സിന് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. ആദ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, അവർ എവിടെ കണ്ടാൽ കട്ട് ഷോട്ട് ചെയ്യണോ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 തീരണമെന്ന് പറഞ്ഞു. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ വരും എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്ക് ഇങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനത് ബാക്ക് ഓഫ് ചെയ്യുക എന്നാൽ എനിക്ക് ബെറ്റർ അതായിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ചെയ്യുകയെന്ന് പറഞ്ഞു. അത് നീ അങ്ങനെ ചിന്തിക്കേണ്ട, നമുക്ക് നാളെ നേരിട്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് 35 ലാക്സാണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ശരി, ലാഭമായാലും നഷ്ടമായാലും ഈ പേയ്മെൻറ്റ് ഞാൻ തരും, അതെൻ്റെ വാക്കാണ്. നീ വേറെ ആരെയും നോക്കണ്ട. ഞാൻ പറഞ്ഞ രീതിയിൽ കൊച്ചിയിൽ ഈ ഷോ ഒരു ബെഞ്ച് മാർക്ക് ആയിരിക്കണം, ആ രീതിയിൽ ഒരു ഷോ ചെയ്യാം. പേയ്മെൻറ്റിന് ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇത് ഷാൻ റഹ്മാനെ പറയുന്നത്, എൻ്റെ പേയ്മെൻറ്റ് ഞാൻ തന്നിരിക്കും, വേറെ ആരെയും നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഷാനിക്കയുടെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ആ ഷോ ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ എന്നെ കബളിപ്പിക്കുമായിരുന്നു തോന്നിയത് ഞാൻ ഈ പേയ്മെൻറ്റ് ചോദിച്ച സമയങ്ങളിലാണ്. ചോദിച്ചത് ഫസ്റ്റ് ടൈം തന്നെ, അതായത് ഫസ്റ്റ് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, നിജു ചിലവാക്കിയ ബില്ല് എനിക്ക് നയിക്കാനാണ് പറഞ്ഞിരുന്നത്. അയച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൈറത്ത് എന്നെ തിരിച്ച് വിളിച്ചിട്ട് എന്ത് പേയ്മെൻറ്റാണ് തരേണ്ടതുള്ളത്, നീ ചെയ്ത വർക്കിന് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും പറഞ്ഞത്. ഷാനിക്കയുടെ കുടുംബം എന്നുള്ളതെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ട്, അത് ഷാനിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഷാനിക്കയ്ക്ക് വേണ്ടി ഈ ഒരു ഷോ ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ടാണ് പുള്ളി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. നമസ്കാരം. കഴിഞ്ഞ ജനുവരി 25-ന് SH കോളേജ് ഗ്രൗണ്ടിൽ ഒരു വലിയ സംഗീത നിശ നടത്തിയിരുന്നു. ഉയരെ എന്ന പേരിട്ടുകൊണ്ടാണ് സംഗീത നിശ നടത്തിയത്. ഷാൻ റഹ്മാൻ്റെ നേതൃത്വത്തിലായിരുന്നു. വലിയ താരനിരകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത ഈവൻറ്റ് മാനേജ്മെൻറ്റിന് ആ തുക കൊടുത്തില്ല. അതിൻ്റെ ഉടമയായിട്ടുള്ള നിജു രാജ് എബ്രഹാം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. 38 ലക്ഷത്തോളം രൂപയാണ് അദ്ദേഹത്തിന് നൽകാനുള്ളത്. അത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയും പണമൊന്നും തരാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഒഴിയുന്നത്. ഇപ്പോൾ എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിജു നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കാം. എന്താ നിജു സംഭവിച്ചത്? ആക്ച്വലി എന്നെ അവർ തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടിയാണ് വിളിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ വർക്കിൻ്റെ എമൗണ്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നത് ബുക്ക് മൈ ഷോൻ്റെ എമൗണ്ട് വരുമ്പം പൈസ ചെയ്യാന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ബുക്ക് മൈ ഷോൻ്റെ എമൗണ്ട് വന്നിട്ടും പേയ്മെൻറ്റ് വന്നില്ല. ഞാൻ ചോദിച്ച സമയത്ത് ഫസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ച് ബുക്ക് മൈ ഷോൻ്റെ പേയ്മെൻറ്റ് വന്നതെന്ന് ബുക്ക് മൈ ഷോ എന്നെ വിളിച്ചിട്ടുണ്ട്. പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ അടുത്ത് അറിയിച്ചു. മുകൾ എന്ന് പറഞ്ഞ് നമ്മുടെ അവിടുത്തെ ബുക്ക് മൈ ഷോൻ്റെ ഹെഡാണ് പുള്ളിയാണ് നമ്മളെ വിളിച്ച് ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഞാനപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് ബില്ല് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ സമയത്താണ് ബില്ല് അയച്ചു കൊടുത്തു. ബില്ല് ചിലവാക്കിയതിൻ്റെ ബില്ല് എനിക്ക് അയച്ചേക്കണമെന്ന് പറഞ്ഞ് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അവിടെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഷാനിക്കയുടെ വൈഫ് സൈറ എന്നെ വിളിച്ചിട്ട്, നിജു നീ എന്ത് പൈസയാണ് തരാനുള്ളതെന്ന്. ഞാൻ പറഞ്ഞു പ്രൊഡക്ഷൻ ചെയ്തതിൻ്റെ പേയ്മെൻറ്റാണ്. അപ്പം പുള്ളിക്കാരത്തി അത് എനിക്ക് പ്രൊമോഷൻ കിട്ടി എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. നിങ്ങൾക്ക് പരസ്യം കിട്ടിയത്? അതെ, പരസ്യം കിട്ടും. ഞാൻ പരസ്യത്തിന് വേണ്ടിയല്ല വർക്ക് ചെയ്തത്. കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ ഒരു 10 വർഷമായിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ നമ്മൾ പരസ്യത്തിന് വേണ്ടി ഒരു വർക്ക് എടുക്കുകയോ ചെയ്തിട്ടേ ഇല്ല. അപ്പം എന്താണ് ഷാനിക്കയുടെ മനസ്സിലും ഇത്തയുടെ മനസ്സിലും എന്താണെന്നുള്ള എനിക്കറിയില്ല. പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മളത് ചെയ്തത്? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അത്? അവരോടൊരു എഗ്രിമെൻ്റ് എങ്ങനെയായിരുന്നു? അവരുമായിട്ട് എന്നോട് ഫസ്റ്റ് ഈ ഷോ അവർ ഓഗസ്റ്റിൽ നമ്മളെ വയനാട് ദുരന്തം അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഈ ഷോ ചെയ്യാൻ. ആ സമയത്ത് ഓണത്തിന് ചെയ്യാറുന്ന ഷോ ആയിരുന്നു. ആ സമയത്ത് അതിന് മുന്നെയാണ് എന്നെ വന്ന് കാണുന്നത്. അവരുടെ സ്റ്റാഫായ നെവിൽ എന്നെ വന്ന് കാണുന്നത്. ഞാൻ ഷോ ചെയ്യണം നിജു, എന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു എന്നെ അപ്രോച്ച് ചെയ്തത്. പക്ഷെ ആ ഷോ അന്ന് നടന്നില്ല. അന്ന് എൻ്റെ അടുത്ത് വയനാട് ദുരന്തത്തിൻ്റെ കേസിൽ നമ്മൾ ഷോ ഒന്ന് പോസ്റ്റ്പോണ്ട് ചെയ്യുകയെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഒരു നവംബർ ഫസ്റ്റ് വീക്കിൽ നെവിൽ വീണ്ടും എന്നെ ഒന്ന് കാണുകയും നമ്മൾ ഈ ഷോ ജാനുവരി 25 ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, നമുക്ക് അന്നത്തേക്ക് ഷോ ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം അവിടെ വെച്ച് സൈറത്തെ അതന്നാണ് ഞാൻ ഫസ്റ്റ് സൈറത്തെ പോയി കാണുന്നത്. നേരിട്ട് കണ്ട് സംസാരിക്കുകയും പ്രൊഡക്ഷൻ കോസ്റ്റ് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഷോ നവംബർ 26 ഫസ്റ്റ് ഞാൻ ഒരു നേരിട്ട് ഷാനിക്ക, സൈറത്ത, നെവിൽ ഞങ്ങളെല്ലാവരും കൂടെ 3 പേരും കൂടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നെവിൽ ഇവരുടെ ബാൻഡ് ഫുൾ ബാൻഡ് മാനേജർ നെവിലായിരുന്നു. നെവിലാണ് എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തതും ഈ ഷോയിലേക്ക് കൊണ്ടുവരുന്നത് നെവിലായിരുന്നു. നേരിട്ട് മീറ്റ് ചെയ്യുകയും ആ മീറ്റിങ്ങിൽ എന്തൊക്കെയാണ് തീരുമാനം എന്നുള്ളത് നെവിൽ ഞങ്ങളെ 3 പേരുടെ വാട്സപ്പിൽ അയച്ചു. ഇന്നത്തെ തീരുമാനങ്ങൾ ഇതാണ്, ഇത് വെച്ചിട്ട് എഗ്രിമെൻറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ നെവിൽ എന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്തു. അന്ന് എന്നോട് പറഞ്ഞിരുന്നത്
ഉയരയുടെ ടോട്ടൽ കോസ്റ്റ്, ഞങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് 25 lakhs ആണ് വരുന്നത്. അപ്പം നമ്മൾ അത്രയും വലിയൊരു ഷോ ചെയ്യുമ്പോഴത്തേന് എന്താണ് റവന്യൂ, നമുക്ക് എത്ര കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഈ ഷോ ചെയ്ത് നാളെ പേയ്മെൻറ്റ് വരുന്നൊരു കൺസേൺ എല്ലാവർക്കും കാണും. അത് ഏത് ഇവൻറ്റ് മാനേജേഴ്സും അല്ലെങ്കിൽ ഏത് പ്രൊഡക്ഷൻ ചെയ്ത് വർക്കുന്നവർക്കും കാണും. അപ്പം അങ്ങനെ ഒരു ടോട്ടൽ കോസ്റ്റ് 25 lakhs ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം 25 lakhs ആണ് ടോട്ടൽ അവരുടെ ഉയരയുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് 25. അത് 25 എന്ന് പറയുന്നത് അവർ ആർട്ടിസ്റ്റിൻ്റെ റെമ്യൂണറേഷൻ, ആർട്ടിസ്റ്റിന് റൂം, ഫുഡ്, ട്രാവൽ എല്ലാം ടോട്ടലാണ് 25 lakhs പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഒരു കൊട്ടേഷൻ വെച്ചിരുന്നു, കൊട്ടേഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഷാനിക്കയുടെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഷാനിക്ക് ഇങ്ങനെയൊക്കെയാണ് വേണ്ടുള്ളത്, നമുക്ക് കൊച്ചിയിലൊരു ബെഞ്ച് മാർക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ ഷോ ചെയ്യണം, സ്പെഷ്യൽ എഫക്ട്സ്, എസ്പെഷ്യലി സ്പെഷ്യൽ എഫക്ട്സ് നല്ല രീതിയിൽ കോഡ് പ്ലേ രീതിയിൽ തന്നെ സ്പെഷ്യൽ എഫക്ട്സ് വർക്ക് കാര്യങ്ങളെല്ലാം വേണമെന്നുള്ള രീതിയിലാണ് ഷാനിക്ക് പറഞ്ഞത്. അപ്പം ഞാനത് വെച്ചിട്ട് എൻ്റെ ഐഡിയാസ് കാര്യങ്ങൾ എല്ലാം കൊടുത്തു. അതിനുശേഷം അത് ഓക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ടോട്ടൽ നമ്മളൊരു 45 lakhsൻ്റെ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിരുന്നു വരുന്നത്. അപ്പം നിജു എൻ്റെ അടുത്ത് ഷാനിക്കല്ലേ സൈറ ഇത്തയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിജു നമുക്കിത് 35 lakhs ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, എവിടെ കണ്ടാൽ കട്ട് ഷോട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം നമുക്ക് ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് 35 തീരണമെന്ന് പറഞ്ഞു. കാരണം അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങൾ വരും എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാനത് ഓക്കെ പറയുകയും ചെയ്തു. അതിനുശേഷം ഷോ മുമ്പോട്ട് പോയി ഞാൻ കണ്ടിന്യൂസ് എഗ്രിമെൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം ഓരോരോ കാരണങ്ങളാണ് പറഞ്ഞത്. അവരുടെ നിമിഷ എന്ന് പറഞ്ഞത് ആൾ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, ആൾ സുഖമില്ല അല്ലെങ്കിൽ അവിടെയാണ്, പിന്നെ മഹേഷ് നാരായണ ഷൂട്ടിലാണ്, അതിൻ്റെ ക്രൂവിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ വെച്ച് ഞാൻ നീട്ടിക്കൊണ്ട് പോയി. ആ സമയത്ത് എനിക്ക് ചെറിയൊരു കൺസേൺ വന്ന സമയത്ത് ഞാനിങ്ങനെ നിമിഷ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി എഗ്രിമെൻറ്റിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ ഇത് ബാക്ക് ഓഫ് ചെയ്യുവാണെന്ന് പറഞ്ഞു. അപ്പോൾ നിമിഷ പറയടാ അങ്ങനൊന്നും നീ ചിന്തിക്കണ്ട, നിനക്ക് എന്താണ് ഡയറക്റ്റ് ഷാനിക്കെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ അതുവരെ ഫിനാൻസ് കാര്യങ്ങൾ ഷാനിക്കായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. സൈറ ഇത്ത തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ അന്ന് തന്നെ ജാനുവരി 13 ഡയറക്റ്റ് ഷാനിക്കെ വിളിച്ചു. ഷാനിക്ക, എനിക്ക് ഇങ്ങനെ കുറച്ച് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാനത് ബാക്ക് ഓഫ് ചെയ്യുക എന്നാൽ എനിക്ക് ബെറ്റർ അതായിട്ട് ഫീൽ ചെയ്യുന്നത്, ഞാൻ അങ്ങനെ ചെയ്തോട്ടെ ചെയ്യുകയെന്ന് പറഞ്ഞു. ഡാ നീ അങ്ങനെ ചിന്തിക്കേണ്ട, നമുക്ക് നാളെ നേരിട്ട് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. ഒരു ടെൻഷനും വേണ്ട, നിൻ്റെ കൂടെ ഞാൻ കൊണ്ട്, നീ ഇത്ര ടെൻഷൻ അടിക്കും, നിനക്ക് എന്തുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഷാനിക്ക പിറ്റേന്ന് ഷാനിക്കയുടെ കാക്കനാട് സ്റ്റുഡിയോ വിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അവിടെ കാണും, എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നു, അവിടെ കയറാനുള്ള പെർമിഷൻസ് കാര്യങ്ങളെല്ലാം തന്നിട്ട് ഞാൻ പിറ്റേന്ന് നേരിട്ട് ഷാനിക്കയെ പോയി കണ്ട് ഇതുവരെ നടന്നുള്ള എല്ലാ കാര്യങ്ങളും ഷാനിക്ക ഞാൻ ബോധ്യപ്പെടുത്തി. ഷാനിക്കൊന്നും ടെൻഷനൊന്നും വേണ്ട, നമുക്ക് ഈ ഷോ ഫുൾ ഓഫ് ചെയ്യാം, ഈ ഷോ കഴിഞ്ഞിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ള രീതി തന്നെയാണ് ഷാനിക്ക എന്നോട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ഷാനിക്ക നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് അന്ന് സംസാരിച്ച സമയങ്ങളിലെല്ലാം. അത് കഴിഞ്ഞ് 2 ദിവസത്തിനകത്ത് ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. ഈ 2 ദിവസം ഇങ്ങനെ എഗ്രിമെൻറ്റ് ക്ലിയർ ആവാത്തതിൻ്റെ പേരിൽ ഞാൻ ജാനുവരി 18 ഷാനിക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, ഷാനിക്ക ഇനി ഞാൻ ചെയ്യുന്നില്ല, ഞാനത് ബാക്ക് ഓഫ് ചെയ്യുക ഷാനിക്ക എന്ന് പറഞ്ഞു. ഷാനിക്കയോട് ഒരു ടെൻഷനും വേണ്ട, നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കൊരു ഇവൻ്റ് ഉണ്ട് SH കോളേജിൽ, അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ടിരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ആ സമയത്ത് എപ്പോഴും ഞാനും ഷാനിക്കയും തന്നെ സംസാരിക്കുന്നുള്ളൂ, വേറെ ആരും ഒരു മൂന്നാമത്തെ ഒരാൾ നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ആകാശ് എന്ന് പറഞ്ഞു, ആകാശ് ഈ ഉയരയിലെ ഗിറ്റാറിസ്റ്റും കൂടാണ്, എൻ്റെ ഷാനിക്കയുടെ എല്ലാവരും കോമൺ ഫ്രണ്ട്, ഷാനിക്കയുടെ അവിടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ആൾ, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാനപ്പോൾ ഈ മീറ്റിങ്ങിൽ ആകാശിനെ കൂടെ കൊണ്ടുപോയി, ഒരാളും കൂടെ അറിഞ്ഞിരിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ ആകാശിനെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ നേരിട്ട് ഷാനിക്കയെ പോയി കണ്ടു. കാക്കനാട് വെച്ചിട്ട് നൈറ്റ് കണ്ട് കാര്യങ്ങൾ ഷാനിക്ക് പറഞ്ഞ്, എല്ലാം എനിക്ക് മനസ്സിലായി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു, എല്ലാം എനിക്ക് മനസ്സിലായി, നീ ഒന്നും ടെൻഷൻ അടിക്കണ്ട, നിനക്ക് നാളെ രാവിലെ എഗ്രിമെൻറ്റ് തരാമെന്ന് പറഞ്ഞു. നിനക്ക് നാളെ രാവിലെ എഗ്രിമെൻറ്റ് തരാം, നമുക്ക് നാളെ രാവിലെ ഒരു 10:30 നീ എൻ്റെ ഫ്ലാറ്റിലോട്ട് വാ, സൈറ ഇവിടെ കാണും, അപ്പോൾ നീ അങ്ങോട്ട് വാ, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനങ്ങനെ പിറ്റേന്ന് 19 രാവിലെ ഞാൻ ഇവിടുന്ന് തേവരയിൽ നിന്ന് അങ്ങോട്ട് ഷാനിക്കയുടെ ഫ്ലാറ്റിലോട്ട് പോയി ഇറങ്ങി സമയത്ത് ഷാനിക്ക എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സൈറയ്ക്കൊട്ടും വയ്യ, മൈഗ്രെയിനാണ്, വോമിറ്റിങ്ങൊക്കെയാണ്, നമുക്ക് ഈ മീറ്റിംഗ് ഇപ്പം കൂടിയാൽ ശരിയാവില്ല, നമുക്ക് ഈ മീറ്റിംഗ് ഇന്ന് വൈകുന്നേരമോ നാളെ രാവിലെയോ കൂടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വയ്യെന്ന് പറയുമ്പം ഒബിയസ്ലി നമ്മൾ കേൾക്കണമല്ലോ, അത് നമുക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഷാനിക്ക എന്ന് പറഞ്ഞു, ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നു. രാത്രി തന്നെ ഷാനിക്ക വിളിച്ചില്ല, ഞാനും അങ്ങോട്ട് വിളിച്ചില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് ഷാനിക്കയെ വിളിച്ചു, എടുത്തില്ല. 1 മണിക്കൂർ ഷാനിക്കനെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഈ ഷോ ചെയ്യാം,
നമുക്ക് ഈ ഷോ ചെയ്യണം, ഇത്രയൊക്കെ ആയി, ഇവിടം വരെ ആയി, നമ്മൾ ഇത്ര മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തു, നമുക്ക് ഈ ഷോപ്പ് ഇനി ബാക്ക് ഔട്ട് ചെയ്യണം, നിൻ്റെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇത്ര ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചു. നമ്മൾ ഷാനിക്ക് 35 lakhs ആണ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു. ശരി, ലാഭമായാലും നഷ്ടമായാലും ഈ പേയ്മെൻറ്റ് ഞാൻ തരും, അതെൻ്റെ വാക്കാണ്, നീ വേറെ ആരെയും നോക്കണ്ട. ഞാൻ പറഞ്ഞ രീതിയിൽ നമുക്ക് ഈ കൊച്ചിയിൽ ഈ ഷോ ഒരു ബെഞ്ച് മാർക്കായിരിക്കണം, ആ രീതിയിൽ ഒരു ഷോ ചെയ്യാം. പേയ്മെൻറ്റിന് ടെൻഷൻ അടിക്കേണ്ട, ഇത് ഷാൻ റഹ്മാനെ പറയുന്നത്, നിൻ്റെ പേയ്മെൻറ്റ് ഞാൻ തന്നിരിക്കും, വേറെ ആരെയും നീ നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഷാനിക്കയുടെ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് ആ ഷോ ചെയ്ത് കൊടുത്തത്. കാരണം എന്നെ അതുവരെ എന്നല്ല, അത് കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ വരുന്നതിൻ്റെ അവിടം വരെ, അതായത് February 6 വരെ ഷാനിക്ക ഞാൻ അത്ര നല്ല അടുപ്പവും എന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പേയ്മെൻറ്റ് ഈ പറഞ്ഞ SRMC അക്കൗണ്ടിലോട്ട് വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാനപ്പോൾ പൈസ ചോദിച്ചു. ഈ ക്യാഷ് തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? അക്കൗണ്ട് തന്നെ, അതായത് ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ്, ബുക്ക് മൈ ഷോൻ്റെ പേയ്മെൻറ്റ് വരുമ്പോഴായിരുന്നു തരാമെന്ന് പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ് ഇപ്പം നിജു അവിടെ ചെയ്ത കാര്യങ്ങൾ? ഒരു ഇവൻറ്റിൻ്റെ ഫുൾ ടോട്ടൽ പ്രൊഡക്ഷൻ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അവിടെ സ്റ്റേജ്, സൗണ്ട്, ലൈറ്റ്, LED വോള്, സ്പെഷ്യൽ എഫക്ട്സ്, സ്കഫോൾഡിങ്ങിൻ്റെ വർക്ക്, വെന്യൂ പ്രൊഡക്ഷൻ, പിന്നെ ബൗൺസേഴ്സ്, പെർമിഷൻസ്, സെക്യൂരിറ്റീസ് എല്ലാം ടോട്ടൽ ഒരു വെന്യൂവിൽ ഒരു വലിയൊരു മ്യൂസിക്കൽ ഷോ നടക്കുന്ന ഒരു വെന്യൂവിൽ എന്തൊക്കെയാണോ അത് ഫുൾ ടോട്ടൽ ഞാനാണ് ചെയ്തത്. ആക്ച്വലി അതിനുശേഷം വേറെ എനിക്കൊരു എന്നെ ഇനി കൂടെ നിർത്തി പറ്റിച്ചാണോ എന്തോന്നും എനിക്കറിയില്ല, ഈ ആർട്ടിസ്റ്റുകളുടെ റൂം, ഫുഡ്, പിന്നെ അവരുടെ ട്രാവൽ കോസ്റ്റ്, ഇതൊക്കെ ചെയ്യേണ്ടുള്ളത് ഉയര ടീം തന്നെ ആയിരുന്നു. ആ തുടക്കത്തിൽ എന്നോട് പറഞ്ഞിരുന്നതാണ്. അവർ ടോട്ടൽ ഇതെല്ലാം ചേർത്തിട്ടാണ് അവർ 25 lakhs എന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഒരു വാട്സപ്പിൽ ചാറ്റും കിടപ്പുണ്ട്. അപ്പം ആ സമയത്ത് ഈ ഷോയുടെ 2 ദിവസം 3 ദിവസം മുമ്പ് എന്നെ നിമിഷ വിളിച്ചിട്ട് പറഞ്ഞു, നിജു നമുക്ക് കീസിലാണ് റൂമെല്ലാം പറഞ്ഞേക്കുന്നത്, നിജുവിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നിജു ആ പൈസ നയിക്ക്, ഇത് റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം, നീ എനിക്ക് ആ ബില്ല് തന്നാൽ മതി, അത് നമ്മൾ ചെയ്യുന്ന സൈഡല്ലേ, നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നിമിഷം, കാരണം അതുവരെ നമ്മളെ കൂടെ എല്ലാ കാര്യത്തിലും കൂടെ നിർത്തിയിരുന്നില്ലേ, അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഡൗട്ടോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഹോട്ടൽ ബില്ല് കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്തത്, അതിൻ്റെ പേയ്മെൻറ്റും തന്നില്ല. അതാണ് ഈ 38 എന്ന് പറയുന്നത്. അതെ, അതാണ് പിന്നെയും ഒരു 3-3.5 ലക്ഷം ചിലവാക്കിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പോയ ഓരോ പേയ്മെൻറ്റും ഓരോ വെണ്ടേഴ്സിന് കൊടുത്ത പേയ്മെൻറ്റ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോയാൽ 1 രൂപ പോലും എല്ലാം ക്യാഷായിട്ട് ചിലവാക്കിയിട്ടില്ല. അതിൻ്റെ എല്ലാ രേഖകളും ഉണ്ട്. ഇത് ഉയരയുടെ രണ്ടാമത്തെ അല്ലേ ഷോ അല്ലേ നടക്കുന്നത്? അതെ, രണ്ടാമത്തെ ഷോ. ആദ്യത്തെ ഷോ എങ്ങനെയായിരുന്നു? അതിൻ്റെ ഈ ചിലവുകളൊക്കെ അത് നിജു ചെയ്ത വേറെ ആദ്യത്തെ ഷോ ദുബായിലായിരുന്നു നടന്നിരുന്നത്. ആ സമയത്ത് അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് അതിനറിഞ്ഞത്, അവിടെയും വർക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല എന്നൊരു കാര്യം ഞാൻ അറിഞ്ഞു. അത് പക്ഷേ നമുക്കൊരു ഇഷ്യൂ വരുമ്പോഴാണ് നമ്മൾ തിരക്കി പോകുന്നത്. അതുവരെ ഞാൻ തിരക്കി പോയിട്ടുമില്ല, നമ്മളതിനെക്കുറിച്ച് ബോധേഡായിട്ടുമില്ലായിരുന്നു. എൻ്റെ മുമ്പിൽ ഉയരെ ദുബായ് ഷോ സക്സസ് ആയിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇവിടെ എങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഇഷ്യൂ വന്നപ്പം ദുബായിൽ അന്ന് ഷോ ഡയറക്ടറായ സിബിൻ, ബിഗ് ബോസ് ഫ്രെയിം സിബിൻ, ഞാൻ സിബിനെ ഒന്ന് കോൺടാക്ട് ചെയ്തിരുന്നു. സിബിനെ അവിടെ എങ്ങനെയായിരുന്നു, അപ്പോൾ സിബിനും പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ല, അവിടെ നിന്ന് കൊറിയോഗ്രാഫ് ചെയ്യാമെന്ന ഡാൻസേഴ്സിനൊന്നും പേയ്മെൻറ്റ് തന്നില്ല, സിബിൻ കൊടുക്കുമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അറിഞ്ഞത്. ഈ എഗ്രിമെൻറ്റ് എഴുതാതിരുന്നത് മനഃപൂർവ്വമാണ് അല്ലേ? എനിക്കിപ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിച്ചഴച്ച് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് കണക്റ്റ് ആവാത്ത പല കാര്യങ്ങളും തോന്നുന്നത്. ആ സമയത്ത് എന്നെ എല്ലാ കാര്യങ്ങളിലും ഷാനിക്കയായാലും സൈറയത്തായാലും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു നിർത്തിയിരുന്നത്. ഇനി നീ ഇല്ല ഷോ ചെയ്യില്ല എന്നുള്ളതും, ഇനി നമ്മുടെ ബാൻഡിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ നീ ആയിരിക്കും എന്നുള്ളതും, ഇവർക്കൊരു UK ഷോയ്ക്ക് വരുമ്പോഴത്തേന് ഞാനും കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെയൊക്കെ പ്രലോഭിപ്പിച്ചാണ് 35-ന് ഇത് ഉറപ്പിച്ചത്. അതെ, അല്ല അതിനകത്ത് പ്രലോഭനം എന്നൊരു സാധനമില്ല. എന്നോട് പറഞ്ഞു, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ കമ്മിറ്റ് ചെയ്തൊരു റേറ്റ് ആയിരുന്നു 35 എന്നുള്ളത്. എൻ്റെ സൈഡിൽ നിന്നുള്ള 35-ഉം പിന്നെ ഇറ്റേണൽ റേ സൈഡിൽ നിന്ന്, അതായത് ഷാനിക്കയുടെ ഉയരക്കുള്ള കോസ്റ്റ് ടോട്ടൽ ടീം കോസ്റ്റ് എന്ന് പറയുന്നത് 25 എന്നുള്ള പരസ്പര ധാരണയോട് തന്നെ ചെയ്തതായിരുന്നു. അവിടെയൊന്നും എനിക്കൊരു ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് എപ്പോഴാണ് ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായ നിജുവിന്? തട്ടിപ്പാണെന്ന് എനിക്ക് തോന്നിയത്, അല്ലെങ്കിൽ എന്നെ കബളിപ്പിക്കുമായിരുന്നു തോന്നിയത്, ഞാൻ ഈ പേയ്മെൻറ്റ് ചോദിച്ച സമയങ്ങളിലാണ്. ചോദിച്ചത് ഫസ്റ്റ് ടൈം തന്നെ, അതായത് ഫസ്റ്റ് പേയ്മെൻറ്റ് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്, നിജു ചിലവാക്കിയ ബില്ല് എനിക്ക് നയിക്കാനാണ് പറഞ്ഞിരുന്നത്. അയച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് സൈറയത്ത് എന്നെ തിരിച്ച് വിളിച്ചിട്ട്
എന്ത് പേയ്മെൻറ്റാണ് തരേണ്ടതുള്ളത്, നിനക്ക് നീ ചെയ്ത വർക്കിന് നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്നും പബ്ലിസിറ്റി കിട്ടിയെന്നും പറഞ്ഞത് അതിന് ശേഷമാണ്. 38 ലക്ഷം രൂപ കൊടുത്ത് പ്രൊമോഷൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരിക്കലും ഇല്ല. അതും ഈ ഒരു ഷോയ്ക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമ്മളങ്ങനെ ചെയ്തിട്ടുമില്ല, ഇതുവരെ അങ്ങനെ ഷോ ചെയ്തിട്ടുമില്ല. അതുകൊണ്ടാണ് ചെയ്യില്ല, അങ്ങനെ ഒരാൾ പോലും അങ്ങനെ ഒരു ഷോ ചെയ്യില്ല. ഇങ്ങനെ ഒരു ഷോയ്ക്ക് 38 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്തിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടി അങ്ങനെ ആരും ചെയ്തതുമില്ല. വളരെ ഗംഭീരമല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഷോ ബേസ് വൺ സക്സസ് തന്നെ ആയിരുന്നു ഷോ. സമയങ്ങളിലെല്ലാം ഇൻസ്റ്റയിലും എല്ലാം റീൽസ് കാര്യങ്ങളെല്ലാം ഈ ഷോ തന്നെ ആയിരുന്നു. ഷോ ബേസ് സക്സസ് ആണ്. ഫിനാൻഷ്യലിയും ഇപ്പം നമ്മൾ അറിഞ്ഞിടത്തോളം സക്സസ് ആയിരുന്നു. കാരണം ഞാൻ ബുക്ക് മൈ ഷോയെ എനിക്ക് പേഴ്സണലി കണക്ട് ഉണ്ട്. കാരണം ബുക്ക് മൈ ഷോ ട്രൈവേബിൻ്റെ ഒരു കമ്പനിയും കൂടാണ്. അപ്പം ട്രൈവേബിന് കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പം നമ്മൾ ബോളിവുഡ് ആർട്ടിസ്റ്റും കുറേയേറെ ഷോകൾ ചെയ്തിട്ടത് കൊണ്ട് നമുക്ക് പേഴ്സണലി ബുക്ക് മൈ ഷോയുടെ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ബുക്ക് മൈ ഷോയിൽ കോൺടാക്ട് ചെയ്ത സമയത്ത് അവരെനിക്ക് ഫുൾ എക്സൽ ഷീറ്റ് ഫുൾ അയച്ചു തന്നു. ടോട്ടൽ 39,27,890 രൂപ ടിക്കറ്റ് റവന്യൂ ടോട്ടൽ ഉണ്ടായി. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞത്, കാരണം പ്രോപ്പറായിട്ട് എനിക്ക് സ്പോൺസർ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞത് 25 lakhs സ്പോൺസർഷിപ്പ് എമൗണ്ടും കിട്ടിയതാണ്. അങ്ങനെ വരുവാണെങ്കിൽ ടോട്ടൽ ഒരു 67 ലക്ഷം രൂപയോളം ഇത്രയും എമൗണ്ട് വന്നിട്ടുണ്ട്. അവർ മാക്സിമം സ്പെൻഡ് ചെയ്തേക്കുന്നത് ഈ 25 lakhsനകത്താണ്. അപ്പം അതെന്താണ് അങ്ങനെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതിനുള്ള കാര്യം എനിക്കറിയില്ല. ഇങ്ങനെ തട്ടിപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, കാശില്ലാത്ത ആളൊന്നും അല്ലല്ലോ. ഞാനിപ്പോൾ എന്താണ് പറയേണ്ടത് ബ്രോ, അതിനകത്ത് എനിക്ക് എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഷാനിക്ക ഇങ്ങനെ കാണിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഷാനിക്ക ചിന്തിക്കേണ്ട കാര്യമില്ല. ഷാനിക്കയുടെ കുടുംബം എന്നുള്ളതെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ട്. അത് ഷാനിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഷാനിക്കയ്ക്ക് വേണ്ടി ഈ ഒരു ഷോ ചെയ്ത് കൊടുക്കുമ്പം എൻ്റെ ഒരു കുടുംബം നശിപ്പിച്ചിട്ടാണ് പുള്ളി ഇപ്പം ഇങ്ങനെ നിൽക്കുന്നത്. 38 ലക്ഷം രൂപ ഇപ്പോൾ ബാധ്യതയായി. അതെ, അതിനകത്ത് ഞാൻ സ്വർണം പണയം വെച്ചതുണ്ട്, പല കാരണങ്ങളുമുണ്ട്. പിന്നെ എനിക്കറിയില്ല എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ഇനി പറയേണ്ടതെന്നും ഒന്നും എനിക്കറിയില്ല. ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ ജോലി ചെയ്ത് പണിയെടുത്ത കാശാണ് ചോദിച്ചേക്കുന്നത്. അതിലും എനിക്കൊരു പ്രോഫിറ്റ് പോലും ഇല്ല. അതിനകത്ത് പോലും ഇത് ലാഭമില്ല. ഇല്ല, ഒരു ലാഭമില്ല. അത് കറക്റ്റായിട്ട് അത് ഷാനിക്കും സൈറത്തേക്കും അറിയാവുന്ന കാര്യം കൂടാണ്. ഇങ്ങനൊരു ഷോ ചെയ്യുമ്പോൾ മിനിമം 19 ലക്ഷം രൂപയാവും എന്നുള്ള കാര്യം, കോസ്റ്റ് അങ്ങനെയാവും. പിന്നെ നമ്മളൊരു 10 വർഷമായിട്ടൊരു ഇൻഡസ്ട്രി നിൽക്കുമ്പം നമ്മളായിട്ടൊരു ഷോ ചെയ്യുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പല വെണ്ടേഴ്സും ഉണ്ട്. ഇവരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആ ഷോ എനിക്ക് ചെയ്തു തന്നത്. ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ഷോയാണ്. അപ്പം നമുക്കത് മാക്സ് സപ്പോർട്ട് ചെയ്തുകൊണ്ടപ്പോൾ എല്ലാവരും ഇപ്പോൾ എന്നോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് എന്നോട് വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവരും നല്ല രീതിയിൽ, പ്ലാറ്റ്ഫോമിൻ്റെ ആൾക്കാരായിക്കോട്ടെ, സൗണ്ടിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ സ്പെഷ്യൽ എഫക്ട്സ് അങ്ങനെ എല്ലാത്തിലും നമുക്കെല്ലാത്തിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കത് ഈ ഒരു കോസ്റ്റ് ഒരു 35 നിർത്താൻ പറ്റിയത്. അപ്പം അവരെ സംബന്ധിച്ച് കൊച്ചിയിൽ ഇങ്ങനൊരു ഷോ ചെയ്യണം, ഇതിന് ടോട്ടൽ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എനിക്കല്ല കിട്ടിയത്, ഉയരെ എന്നുള്ളൊരു ബ്രാൻഡിനാണ് കിട്ടിയത് ഇങ്ങനൊരു ഷോയ്ക്ക്. അപ്പം അത് എനിക്കറിയില്ല എന്താണ് ഞാൻ പറയാനുള്ളത്, എനിക്കറിയില്ല. കേസ് കൊടുത്തതിന് ശേഷം ഇവർ കോൺടാക്ട് ചെയ്യുകയെല്ലാം ചെയ്തോ? ഇല്ല, ഞാൻ പൈസ ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പം ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞു, നിജുവിന് എന്താ വേണ്ടുള്ളത്, നിജു എന്താണ് ആഗ്രഹിക്കുന്ന രീതിയിൽ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. മീൻസ് നമുക്ക് ഫ്യൂച്ചർ ഷോയിൽ ഇതിനകത്ത് കുറച്ച് നഷ്ടം വന്നാണ് എന്നോട് പറഞ്ഞത്. കുറച്ച് പൈസ തരാമെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ്. ഇതിന് ശേഷം പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നമ്മുടെ കൂടെ നിന്ന് ആകാശും നെവിലൊക്കെ വേണ്ടി സംസാരിച്ചായിരുന്നു. അപ്പം കൊടുക്കാം എന്നുള്ള രീതിയിൽ ആദ്യമേ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കറിയില്ല എന്താണെന്നുള്ളത്. അതിന് ശേഷം ആണ് ഒന്നും തരുന്നില്ല, അവന് പബ്ലിസിറ്റി കിട്ടി എന്നുള്ള രീതിയിലോട്ട് മാറുന്നത്. എന്തായാലും വലിയൊരു കലാകാരനാണ്, ഒരുപാട് പേര് അറിയുന്ന ആളാണ് ഷാൻ റഹ്മാൻ. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരും വിശ്വസിക്കില്ല. പക്ഷേ എന്തായാലും അതിന് ഇരയായിരിക്കുകയാണ് നിജുവിനെ വലിയൊരു ബാധ്യതയിലേക്കാണ് ഈ ഷാൻ റഹ്മാനും ഭാര്യയും തള്ളിവിട്ടിരിക്കുന്നത്. 38 ലക്ഷം രൂപയുടെ ബാധ്യതയാണ്. ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ചെയ്ത ഒരു പ്രോഗ്രാമാണ്. അതിപ്പോൾ ഷാൻ റഹ്മാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയുന്നത്, ഇതൊരു പ്രൊമോഷനായിട്ട് കണക്കാക്കിയാൽ മതി, നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും തരില്ല എന്നാണ്. ഇത് എവിടുത്തെ ന്യായമാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. എന്തായാലും സൗത്ത് പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട് ഷാൻ റഹ്മാനും ഭാര്യയും. അവർ ഇനി അടുത്ത ദിവസങ്ങളിൽ സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിലെത്തി അറസ്റ്റ് വരിച്ചതിന് ശേഷം ജാമ്യത്തിൽ പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുപോലൊരു ചതി ആർക്കും ഇനി ഉണ്ടാവരുത്. എന്തായാലും നിജുവിന് ആ പണം കിട്ടും എന്ന് വിശ്വസിക്കുകയാണ്.
കോടതിയിലെ നിയമ വ്യവസ്ഥകളോടൊക്കെ അദ്ദേഹത്തിന് വിശ്വാസമാണ്. എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ പണം തിരികെ കിട്ടട്ടെ. ഇതുപോലൊരു ചതി ഇനി ആരോടും ചെയ്യാൻ എന്തായാലും ഇടവരുത്തരുത്. കൊച്ചിയിൽ നിന്നും അഭിഷങ്കറിനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.